ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലും സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് പഞ്ചാബ് എഫ് സിയുടെ താരങ്ങളായ നിഖിൽ പ്രഭു അതുപോലെ തന്നെ അഭിഷേക് സിംഗ് എന്നിവരെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ രണ്ട് താരങ്ങളും ലഭ്യമായിരിക്കും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ മറ്റൊരു റിപ്പോർട്ട് കൂടി പ്രചരിച്ചിരുന്നു. അതായത് ISL വമ്പന്മാരായ മോഹൻ ബഗാന് അഭിഷേക് സിംഗിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്നും അവർ ശ്രമങ്ങൾ നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ മോഹൻ ബഗാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള ആ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അഭിഷേക് സിംഗിൽ അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് അവർ ജാഗരൂകരാണ്. പക്ഷേ മോഹൻ ബഗാന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ആശിഷ് റായ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊസിഷനിലേക്ക് ഒരു ഫസ്റ്റ് ചോയ്സ് താരത്തെ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് മോഹൻ ബഗാന് ഇപ്പോൾ ഉള്ളത്. റായ് ഉള്ളിടത്തോളം കാലം അദ്ദേഹം തന്നെ ഫസ്റ്റ് ചോയ്സ് ആയിക്കൊണ്ട് മതി എന്നുള്ള ഒരു നിലപാടാണ് ഇവർ കൈക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ മാത്രമല്ല ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലും കളിക്കാൻ കൽപ്പുള്ള ഒരു താരമാണ് അഭിഷേക് സിംഗ്. പക്ഷെ അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് മാത്രമാണ് മോഹൻ ബഗാൻ പരിഗണിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, വരുന്ന സമ്മറിൽ ഈ ഒരു താരത്തിന് വേണ്ടി മോഹൻ ബഗാൻ വലിയ പരിശ്രമങ്ങൾ ഒന്നും നടത്തില്ല എന്നുള്ളതാണ്. ആശിഷ് റായ് ഉള്ളിടത്തോളം കാലം ഈ ഒരു അഭിഷേക് സിംഗിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയേക്കില്ല. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒന്നാണ്. പക്ഷേ മറ്റേതെങ്കിലും ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. നിഖിൽ പ്രഭുവിനെയും അതുപോലെ തന്നെ അഭിഷേക് സിംഗിനെയും ഒരുമിച്ച് സ്വന്തമാക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഒരു മോശമല്ലാത്ത തുക മുടക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.